ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആദില, നൂറ എന്ന് പറയുന്ന വ്യക്തികൾ ഒറ്റ മത്സരാർത്ഥിയായി തുടങ്ങി പാതിയിൽ വെച്ച് വീണ്ടും അവർ ഒരുമിച്ചായി ഇൻഡിവിജ്വലായി തുടങ്ങിയിട്ടുള്ള യാത്രയായിരുന്നു നൂറയുടേത്. പടിപടിയായി കയറി നേടിയെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന വിജയങ്ങളെല്ലാം തന്നെ. നിരവധി പ്രതിസന്ധികളും സങ്കടങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് തന്നെയാണ് നൂറ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതേപോലെ തന്നെ വളരെ കഠിനമായിട്ടുള്ള ടാസ്കുകൾ കളിച്ച് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ള ഒരു നേട്ടവും നൂറ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും നൂറ പറയുന്ന കാര്യം ഇതാണ്: നീ അത്രയധികം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ലോ ആയിട്ടുള്ള ടൈം വന്ന സമയത്ത് പോലും നീ കരഞ്ഞിട്ടില്ല, ആൾക്കാരെ നിൻ്റെ സങ്കടം അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിനൊക്കെ നീ കുറച്ചധികം വില കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ നിന്നെ നല്ല രീതിയിൽ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ നീ വിജയിക്കും, നീ എന്തായാലും ഇപ്പോൾ ടോപ്പ് 5 എത്തുക തന്നെ ചെയ്യുമെന്നുള്ള രീതിയിൽ ഉറച്ചു പറയുന്ന നൂറേനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിനക്ക് PR അല്ലെങ്കിൽ കണക്ഷൻസോ ഒന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നീ വിന്നർ വരെ ആകും എന്നുള്ള കാര്യങ്ങൾ നൂറ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ നിന്നെ ഒരുപാടധികം തന്നെ ആൾക്കാർ ഉപദ്രവിച്ച സമയത്ത് പോലും നീ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. അവിടെ എല്ലാം തന്നെ നീ ഫെയർ ആയിട്ട് തന്നെയാണ് നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നൂറ പറയുന്നത്. എന്തായാലും തൻ്റെ പ്രതിബിംബ ടാസ്കിൽ നൂറ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ നൂറയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്.